1 added to the product of two consecutive even numbers gives 289. What are the numbers? അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 289 കിട്ടും. സംഖ്യകൾ ഏതൊക്കെയാണ്? 1 added to the product of two consecutive even numbers. Consecutive എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത എന്നുള്ള അർത്ഥമാണ് കോൺസിക്യൂട്ടീവ്. ഓക്കെ, അപ്പൊ അടുത്തടുത്ത രണ്ട് ഈവൺ നമ്പറുകളുടെ ഗുണനഫലത്തോട് പ്രൊഡക്റ്റിനോട് ഒന്ന് കൂട്ടിയാൽ ഒന്ന് ആഡ് ചെയ്താൽ 289 കിട്ടും. അപ്പൊ ആദ്യം നമുക്ക് കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ് എടുക്കാം. അടുത്തടുത്ത ഇരട്ട സംഖ്യകൾ. ആദ്യത്തെ സംഖ്യനെ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ സംഖ്യ എന്തായിരിക്കും? x+2 ആയിരിക്കും. കാരണം നമ്മൾ 2 ആണ് എടുക്കുന്നെങ്കിൽ അടുത്ത ഇരട്ട സംഖ്യ ഏതാണ്? 4 ആണ്. ഇനി 8 ആണ് എടുക്കുന്നെങ്കിൽ അടുത്ത ഇരട്ട സംഖ്യ ഏതാണ്? 10 ആണ്. ഇരട്ട സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2 കൂട്ടി പോകുമ്പോഴാണ് ഇരട്ട സംഖ്യ കിട്ടുക, ഈവൺ നമ്പർ കിട്ടുക. അപ്പൊ നമുക്ക് ഇവിടെ ഏതൊക്കെ സംഖ്യകൾ എന്നറിയില്ല. അപ്പൊ ആദ്യത്തെ സംഖ്യനെ x എന്ന് എടുത്താൽ അടുത്ത സംഖ്യ എന്തായിരിക്കും? x+2. അതിലേക്ക് 2 ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിന്റെ പ്രൊഡക്റ്റിനോടാണ് ഒന്ന് കൂട്ടുന്നത്, ഗുണനഫലത്തോടാണ് ഒന്ന് കൂട്ടുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റ് കാണണം, ഗുണനഫലം. ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യാം? ഗുണിക്കുക. ബ്രാക്കറ്റിന് പുറത്തുള്ള ടേമിനെ ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ ടേം കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ x into x x² വരും, then plus x into 2 2x. ഇനി ഗുണനഫലത്തോട് ഒന്ന് കൂട്ടിയാൽ 1 added to the product gives 289. ഈ ഗുണനഫലത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ അപ്പൊ x² plus 2x plus 1 equal to എത്രയാണ്? 289. അപ്പൊ അതിനോട് കൂടി ഒന്ന് കൂട്ടണം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ x² കൂടെ 1 ആണ്. അപ്പൊ അത് ഓക്കെ ആയി. എക്സിന്റെ കൂടെയുള്ള സംഖ്യ 2, അതിന്റെ പകുതിയുടെ സ്ക്വയർ അല്ലേ നമ്മൾ ഇവിടെ നിൽക്കുന്ന 1? ഓക്കെ, എക്സിന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ വർഗം, പകുതിയുടെ സ്ക്വയർ. എക്സിന്റെ കൂടെയുള്ള സംഖ്യ 2, 2ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 2/2 1, അതിന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ 1, അതാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. അപ്പൊ ഈ സംഖ്യനെ നമുക്ക് എങ്ങനെ എഴുതാം? x² x എടുക്കാം, പിന്നെ എക്സിന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതി then ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, x² x എടുത്തു, പ്ലസ് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇട്ടു, എക്സിന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 289. ഇനി x+1 ഈക്വൽ ടു റൂട്ട് 289 എന്ന് കിട്ടും. സ്ക്വയർ കളയാന് റൂട്ട് എടുക്കണം. 289ന്റെ റൂട്ട് നമുക്ക് കാണുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. 9 അവസാനിക്കുന്നു, ഒന്നെങ്കിൽ 3 അവസാനിക്കുന്ന ഒരു സംഖ്യയാണ്, കാരണം 3 into 3 9 ആണ്. ഇല്ലെങ്കിൽ 7 അവസാനിക്കുന്ന ഒരു സംഖ്യയാണ്, കാരണം 7 into 7 49. ഏത് ലാസ്റ്റത്തെ അക്കം നോക്കിയിട്ട് ഏതൊക്കെ സംഖ്യകളുടെ സ്ക്വയർ ആണ് ആ സംഖ്യയിൽ അവസാനിക്കുന്നത്? 3ന്റെ സ്ക്വയർ 9 അവസാനിക്കുക, 7ന്റെ സ്ക്വയർ 9 അവസാനിക്കുക. ഇനി 10ന്റെ സ്ക്വയർ 100 ആണ്, 10ന്റെ മേലേക്ക് പോയിട്ടുണ്ട്. 20ന്റെ സ്ക്വയർ 400 ആണ്, 20ന്റെ മേലേക്ക് പോയിട്ടില്ല. അപ്പൊ 10ന്റെ മേലെയും 20ന് താഴെയും ഒന്നെങ്കിൽ 13 ആയിരിക്കാം, അല്ലെങ്കിൽ 17 ആയിരിക്കാം. 13ന്റെ 169 ആണ് നമുക്കറിയാം. അപ്പൊ 17 into 17 ചെയ്ത് നോക്കുക. അതാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിന്റെ റൂട്ട്, ഇല്ലെങ്കിൽ അതിന് റൂട്ടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ 17 into 17 ചെയ്യുമ്പോൾ നമുക്ക് 289 കിട്ടും. അപ്പൊ x+1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ്, റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് ഉണ്ടാവും. അപ്പൊ പ്ലസ് ഓർ മൈനസ് 17 എന്ന് വരും. ഇനി നമുക്ക് പ്ലസും മൈനസും വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. x+1 ഈക്വൽ ടു 17 എടുക്കാം, അല്ലെങ്കിൽ x+1 ഈക്വൽ ടു -17 എടുക്കാം. ഇതിന്ന് +1നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും, ഇത് ഇപ്പുറം വരുമ്പോൾ -1 ആവും, ഇതും ഇപ്പുറം വരുമ്പോൾ -1 ആവും. അപ്പൊ 17 1 പോയാൽ 16, അല്ലെങ്കിൽ 17 - 1 -18. അപ്പൊ സംഖ്യകൾ ഏതൊക്കെയാ? x ഈക്വൽ ടു 16 ആയാല് 16ഉം 18ഉം. ഇനി x ഈക്വൽ ടു -8 ആയാലോ -18ഉം -18ന് മുമ്പുള്ള എന്ത് വരും? അതിലേക്ക് 2 കൂട്ടുക. അതിലേക്ക് 2 കൂട്ടുക പറഞ്ഞാൽ -18ലോട്ട് 2 കൂട്ടിയാൽ എത്രയാ? -16. ഓക്കെ, അപ്പോ ഒന്നെങ്കിൽ 16ഉം 18ഉം, അല്ലെങ്കിൽ -18ഉം -16ഉം. ഓക്കെ.